ഈ മോനുമായിട്ടും ഒക്കെ എങ്ങനെയാണ്? പിള്ളേരായിട്ടൊക്കെ എപ്പോഴും തമ്മിലല്ല, അത് അവനോടൊക്കെ ചോദിച്ചറിയാം. ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് പോയി കിടക്കുക, ഞാൻ പറഞ്ഞില്ല 2 ദിവസമായിട്ട് എന്നും എനിക്ക് ഫോൺ വിളിക്കും, ഇവിടെ ഒച്ചപ്പെടുന്നു പിള്ളേരായിട്ട്. പിള്ളേർ വിളിക്കുമോ അച്ഛനെ? പിള്ളേരും വിളിക്കുക, അവിടെ നിന്നും വിളിക്കുക, എല്ലായിടത്തും വിളിക്കും. അപ്പം ഞാൻ എന്നുവെച്ചാൽ ഇവിടെ നിസ്സാര സംഭവമുള്ളൂ, ഈ റിമോട്ടിനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒച്ചപ്പാടും മകളൊക്കെ. അപ്പം നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ അതിനകത്ത് ചെയ്യാൻ പറ്റേ. അപ്പോൾ നമ്മളങ്ങനെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ വന്നിട്ട് ഇപ്പം അന്ന് ആ കൊച്ചിനെ തല്ലി അതിന് ശേഷം 1 മാസം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഇന്ന് വരെ ഒരു അലമ്പും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഇന്നലത്തെ സംഭവം മാത്രമേ ഉള്ളൂ. അറിഞ്ഞിട്ടില്ല, അവൻ അറിഞ്ഞിട്ടില്ല. 2 പിള്ളേരും ഞാൻ ഇന്ന് വരെ നോളിപ്പിക്കാതെ വളർത്തിയതാ. ഒരു വടിയെടുത്ത് പോലും തല്ലു ഒന്നും ചെയ്യാണ്ട് എൻ്റെ കൂടെ കരുതി ഞാൻ വളർത്തിയ പിള്ളേരാ. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഞാൻ പിന്നെ മാറ്റാനാ പറഞ്ഞിരുന്നത്. കാണാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞിപ്പോൾ ഒരു ആരും സമ്മതിക്കില്ല. അവനെ ഞങ്ങൾ സഹിക്കും. ഏറെ വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ്. എന്തായാലും ഒരു ആരോപണം ഈ അച്ഛന് നേരെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് കാര്യങ്ങൾ അറിയണമെന്ന് കരുതിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും. എന്തായാലും നിലവിലിപ്പോൾ വീട്ടിൽ ഈ അച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും മറ്റുമൊക്കെ ഉണ്ട്.